പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയതും കിളിർത്തുവന്നതോ ആയ മരങ്ങൾ മുറിക്കുവാൻ അനുമതിയില്ലാത്ത നാട്ടിലാണ് തടി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ എന്ന പേരിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മരത്തൈകൾ നടുന്നതിന് ധനസഹായ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 10,000 മുതൽ 16,000 രൂപ വരെയാണ് ധനസഹായം. അതേസമയം വച്ചുപിടിപ്പിക്കേണ്ട മരങ്ങളാകട്ടെ മുറിക്കാൻ അനുമതിയില്ലാത്തത്. ചന്ദനം, തേക്ക്, ഈട്ടി, മഹാഗണി, ആഞ്ഞിലി, കമ്പകം തുടങ്ങിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനാണ് വനം വകുപ്പ് ധനസഹായം നൽകുക. ഇവയൊന്നും മുറിക്കുവാൻ നിലവിൽ അനുമതിയില്ല. പദ്ധതി വനവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന ആരോപണമാണ് കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. ഈ മരങ്ങൾ നട്ടിടത്തെല്ലാം ഇപ്പോൾ ഇത് വെട്ടാൻ കഴിയാത്ത ദുസ്ഥിതിയും അവിടെ കൃഷി ചെയ്യാൻ കഴിയാത്ത ദുസ്ഥിതിയുമാണുള്ളത്. ഇത് ഒരു വീണ്ടും ഈ മലനാടിനെ വനവൽക്കരിക്കുന്ന നിഗൂഢ അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലുള്ള കർഷക സംഘടനകളെല്ലാം ശക്തമായ പ്രതികരണ രംഗത്ത് വരണം. ഇതിനെതിരെ ശക്തമായ പ്രചരണ രംഗത്ത് സംസ്ഥാനത്തെ കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി ഇറങ്ങുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കാൻ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ മറുപടി മരം മുറിക്കുന്നതിന് വേണ്ടിയല്ലല്ലോ നട്ടുപിടിപ്പിക്കുന്നതെന്നായിരുന്നു. വെട്ടാനല്ലോ, ഇത് വെച്ച് പിടിപ്പിച്ച മരങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധനസഹായം കൊടുക്കുന്നത്. അപ്പം വെട്ടണേന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഈ ഓഫീസിൽ നിന്നല്ലല്ലോ തീരുമാനം എടുക്കേണ്ടത്. ചില ഭൂമികളിൽ ചിലപ്പോൾ ഈട്ടി, തേക്കൊക്കെ വെട്ടണേന് നിബന്ധനകൾ കാണും. മരങ്ങൾ കൂടുതൽ ഉണ്ടാവണം, പ്രകൃതി അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് മൊത്തം സർക്കാരിന്റെ ആക്കാനോ വനം വകുപ്പിന്റെ ആക്കാനോ അങ്ങനെ ഒരു ഉദ്ദേശം ഇതിനകത്തില്ല. സ്വന്തം ഭൂമിയിൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ കഴിയില്ലെങ്കിൽ അതെങ്ങനെ സ്വകാര്യ ഭൂമിയിലെ തടി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയായി മാറുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.